അംഗനവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ വിചിത്ര ഉത്തരവിനെതിരെ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ച് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. ധനകാര്യ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉത്തരവെന്താണ്? അംഗനവാടി ജീവനക്കാരുൾപ്പെടെ CDSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ICDSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും ശമ്പളം, അവർക്ക് നൽകുന്ന ആനുകൂല്യം ജൂൺ മാസം തൊട്ട് നൽകണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് കാരണമെന്താണ് എന്ന് വരെ സർക്കാർ പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ മൂലവും ധൂർത്തും കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തകർന്ന നിലയാണ് ഇപ്പോൾ കുറഞ്ഞ വേതനത്തിന് അമിത ജോലിഭാരം ഏൽക്കേണ്ടി വരുന്ന അംഗനവാടി ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ട് പാരുന്നതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന വീതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കുന്നവരെ നൽകേണ്ടെന്നാണ് ഉത്തരവ്. കാരണം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രഷറി ഡയറക്ടറുടെ ഉത്തരവ്. എല്ലാ ജില്ലാ സബ് ട്രഷറി ഓഫീസർമാർക്കുമായി നൽകിയ ഉത്തരവിലാണ് വിചിത്ര നടപടി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ സാലറി ക്ലെയിം ശീർഷകത്തിൽ സമർപ്പിക്കുന്ന ബില്ലുകൾ പാസ്സാക്കി നൽകാൻ പാടില്ലെന്നാണ് സബ് ട്രഷറി ഡയറക്ടറുടെ നിർദ്ദേശം. എല്ലാ ട്രഷറി ഓഫീസർമാരും നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഉത്തരവിലുണ്ട്. സംസ്ഥാനത്തെ 66,230 അംഗനവാടി ജീവനക്കാരുടെയും സൂപ്പർവൈസർ തുടങ്ങി സാമൂഹ്യനീതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശമ്പളത്തിന്റെ അടിസ്ഥാന വീതം ഇതോടെ അടുത്ത മാസം മുതൽ മുടങ്ങും. നിലവിൽ കഴിഞ്ഞ വർഷം മുതൽ പെൻഷനായ ജീവനക്കാർക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. മാർച്ചിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് CH ജമീല ടീച്ചർ അധ്യക്ഷയായിരുന്നു. STU ജില്ലാ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് മുഖ്യ പ്രഭാഷണം നടത്തി. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് K. നസീമ ബീഗം, ജനറൽ സെക്രട്ടറി റെയ്ഹാനത്ത് ബീബി, TP സരോജിനി മമ്പാട്, ഫാത്തിമ P. ഏർനാട്, ആമിന ടീച്ചർ കൊണ്ടോട്ടി, വിനീത പെരിന്തൽമണ്ണ, ശൈലജ ടീച്ചർ മലപ്പുറം, സാബിറ പോരൂർ, ഹസീന ആനക്കയം, ജുബൈരിയ മഞ്ചേരി, ആയിഷ മൊറിയൂർ, നസീറ അരീക്കോട്, സുഹറ മങ്കട, റെയ്ഹാനത്ത് കോട്ടക്കൽ, ശ്രീലത പാണ്ടിക്കാട്, സുലൈഖ പുലിക്കൽ, ലാബിയ ടീച്ചർ കീഴാറ്റൂർ എന്നിവർ സംസാരിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.